നമസ്കാരം. എയ്സ് ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് SSC എക്സാംസ് അതേപോലെ റെയിൽവേ ബോർഡ് എക്സാംസിനൊക്കെ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡൻറ്റിഫൈ ദ അലോയ് എമംഗ് ദ ഫോളോയിങ് ഓഫ് വിച്ച് ലെഡ് ഈസ് എ കോമ്പണൻറ്റ്. ലെഡ് ഒരു കോമ്പണൻ്റായി വരുന്ന അലോയ് ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൽനിക്കോ, ബി നിക്രോ, സി സോൾഡർ, ഡി ബ്രാസ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, അൽനിക്കോ. അൽനിക്കോയിൽ ആ വാക്കിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആരൊക്കെയാണ് അതിലെ കോമ്പണൻസ് ആയി വരുന്ന ആളുകൾ എന്നുള്ളത്. ഒന്ന് അലൂമിനിയമാണ്. ഓക്കെ, അൽ നിക്കോ എന്നാണ് എഴുതിയത്. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. അലൂമിനിയം, നിക്കൽ, അയൺ ആൻഡ് കൊബാൾട്ട്. ആ രീതിക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ തന്നെ കിട്ടും. അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, അയൺ ദാറ്റ് ഈസ് അയൺ, അതേപോലെ കൊബാൾട്ട്. ഇത്ര ആളുകളാണ് അൽനിക്കോ എന്ന് പറയുന്ന ഒരു ലോഹ സങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത്. വാക്കിൽ തന്നെ കിട്ടും അൽ, N ഫോർ നിക്കൽ, I ഫോർ അയൺ, CO ഫോർ എന്നുള്ളത് കൊബാൾട്ടുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം എന്ന് കിട്ടും. അൽനിക്കോ എന്ന് പറയുന്ന ലോയിൽ അലൂമിനിയം, നിക്കൽ, അയൺ ആൻഡ് കൊബാൾട്ട് 4 ലോഹങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി, സ്ഥിരകാന്ത നിർമ്മാണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോഹ സങ്കരമാണ് അൽനിക്കോ. അടുത്ത ഓപ്ഷൻ നിക്രോം. നിക്രോമിൽ പ്രധാനപ്പെട്ട കോമ്പണൻ്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിക്കൽ ആൻഡ് ക്രോമിയം. ക്രോമിയം നിക്കൽ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. നിക്കലും ക്രോമിയമാണ് പ്രധാനപ്പെട്ട കണ്ടൻറ്റ് അല്ലെങ്കിൽ കോമ്പണൻറ്റ്. എന്നാൽ അതിൽ ചെറിയ തോതിൽ അയൺ കൂടെ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പം നിക്കലും ക്രോമിയമാണ് മുഖ്യ കോമ്പണൻ്റ് എന്ന് ആലോചിച്ച് വെക്കുക. നിക്കൽ ആൻഡ് ക്രോമിയം വാക്കിൽ തന്നെ കണക്ട് ചെയ്യുക. പ്രധാനമായും നിക്രോമിൻ്റെ ഉപയോഗം ഹീറ്റിംഗ് കോയിൽ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇത് നിക്രോം എന്ന് പറയുന്നത്. നിക്കലും ക്രോമിയമാണ് അതിലെ മുഖ്യ കണ്ടൻറ്റുകൾ എന്ന് ആലോചിച്ച് വെക്കുക. ചെറിയ തോതിൽ അയണിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നിക്കലും അയണും ക്രോമിയം എന്ന് പറഞ്ഞാലും തെറ്റില്ല, നിക്കലും ക്രോമിയം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ശ്രദ്ധിക്കുക, ഉപയോഗം ഹീറ്റിംഗ് കോയിലാണ് പറഞ്ഞു. ഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് അയൺ ബോക്സ്. അയൺ ബോക്സിൽ കാണപ്പെടുന്ന ലോഹസങ്കരം ഏതാ എന്നൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നിക്രോം എന്ന് ഉത്തരം കൊടുക്കാം. അപ്പോൾ സ്ഥിരകാന്ത നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുവാണ് ഏത്? അൽനിക്കോ. ആളുകൾ അലൂമിനിയം, നിക്കൽ, അയൺ ആൻഡ് കൊബാൾട്ട്. ദെൻ ഹീറ്റിംഗ് കോയിൽ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം. നിക്കലും ക്രോമിയമാണ് അതിലെ മുഖ്യ കണ്ടൻറ്റുകൾ എന്ന് ആലോചിച്ച് വെക്കുക. അയൺ ബോക്സ് നിർമ്മാണത്തിലെ അലോയ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിക്രോം കൊടുക്കാം. നെക്സ്റ്റ് സോൾഡറിൽ പ്രധാനപ്പെട്ട കോമ്പണൻറ്റുകൾ എന്ന് പറയുന്ന ഒന്ന് ടിന്നും ഒന്ന് ലെഡുമാണ്. ടിന്നും ലെഡുമാണ് SN, ടിന്നിൻ്റെ പ്രതീകമാണ്. PB ലെഡിൻ്റെ പ്രതീകമാണ്. ടിന്നും ലെഡുമാണ് സോൾഡറിലെ അയണുകൾ അല്ലെങ്കിൽ സോൾഡറിലെ ലോഹങ്ങൾ എന്ന് പറയുന്നത് ടിന്നും ലെഡുമാണ്. വാക്കിൽ ചോദ്യത്തിൽ വ്യക്തമായ പോലെ ലെഡ് ഒരു മുഖ്യ കോമ്പണൻ്റായി വരുന്ന ഒരു അലോയാണ് എന്ത്? സോൾഡർ. ടിന്നും ലെഡുമാണ് അതിലെ മെറ്റൽസ്. ടിന്നിനെ നമുക്ക് വെളുത്തിയം എന്ന് വിളിക്കാം, അല്ലേ? വെളുത്തിയം എന്നുള്ള വാക്കിലൊക്കെ അറിയപ്പെടുന്ന ഈയങ്ങൾ എന്നുള്ള വിഭാഗത്തിൽ പെടുന്ന ആളാണ് ടിന്ന്. കറുത്തിയം എന്നറിയപ്പെടുന്ന വസ്തുവാണ് ഇത് ലെഡ്. പറഞ്ഞു എന്നുള്ളൂ. ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് ഇത് സോൾഡർ. സോൾഡറിൽ കാണപ്പെടുന്ന ആളുകളും അതേപോലെ ഫ്യൂസ് വയറിൽ കാണപ്പെടുന്ന ലോഹസങ്കരവും. ശ്രദ്ധിക്കുക, സോൾഡറിലാണെങ്കിലും അതേപോലെ ഫ്യൂസ് വയറിലാണെങ്കിലും ആളുകൾ സെയിം തന്നെയാണ്. സോൾഡറിൽ കാണപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഫ്യൂസ് വയറിലുള്ളത്. ടിന്ന്, ലെഡ്. സോൾഡർ, ഫ്യൂസ് വയർ എന്നിവയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടിന്നും ഒന്ന് ലെഡുമാണ്. ഓക്കെ, ദെൻ ഉത്തരമായി സോൾഡറാണ് ഉത്തരം. അടുത്തത് സോൾഡിംഗ് റാഡുകൾ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് സോൾഡർ. ഫ്യൂസ് കെട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് എന്ത്? ഫ്യൂസ് വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രാസിൽ മുഖ്യ ഘടകം ഒന്ന് കോപ്പറാണ്. കോപ്പറിൻ്റെ അലോയാണ് ബ്രാസും ബ്രോൺസും ഒക്കെ. അതിൽ മുഖ്യ ഘടകം കോപ്പറാണ്. ബ്രാസ് എന്നുള്ളതിനെ സെഡുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കോപ്പറും സിങ്കും ചേർന്ന ലോഹസങ്കരമാണ് ഇത് ബ്രാസ്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബ്രാസ് എന്നിലോട്ട് കൊണ്ടുവന്നാൽ മതി. കോപ്പറും സിങ്കും ചേർന്ന ലോഹസങ്കരമാണ് ഇത് ബ്രാസ്. പിച്ചള എന്നൊക്കെ വിളിക്കുന്നൊരു വസ്തുവാണ് ബ്രാസ്. പാത്ര നിർമ്മാണങ്ങൾക്കും പ്രതിമ നിർമ്മാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന മുഖ്യ ഒരു ഘടകമാണ് ഇത് ബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ലെഡ് ഒരു മുഖ്യ കോമ്പണൻ്റായി വരുന്ന അലോയ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സോൾഡറാണ്. കൂട്ടത്തിൽ നമ്മൾ മറ്റു ഓപ്ഷൻസ് കൂടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അൽനിക്കോ, നിക്രോം, സോൾഡർ, ബ്രാസ്. അൽനിക്കോയിലുള്ളത് അലൂമിനിയം, നിക്കൽ, അയൺ, കൊബാൾട്ട്. മുഖ്യ 4 ലോഹങ്ങൾ.
ദെൻ ഉപയോഗം പറഞ്ഞു, സ്ഥിര കാന്ത നിർമ്മാണം, പെർമനൻറ്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇത് അൽ നിക്കോ എന്ന് പറയുന്നത്. ദെൻ നിക്കലും ക്രോമിയവും ചേർന്ന ലോഹസങ്കരമാണ്. അയൺ ബോക്സിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണിത്. സോൾഡർ, ടിന്നും ലെഡുമാണ് ആളുകൾ സെയിം വസ്തു തന്നെയാണ് ഫ്യൂസ് വയറുള്ളത്, ടിന്നും ലെഡും തന്നെയാണ് ഫ്യൂസ് വയറും. സോൾഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്യൂസ് കെട്ടാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് സോൾഡർ, അതേപോലെ ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ബ്രാസിൽ 2 ആളുകളുണ്ട്, കോപ്പറും സിങ്ക്. കോപ്പറാണ് മുഖ്യ ഘടകം, അതിൻ്റെ കൂടെ സിങ്ക് കൂടെ ഉണ്ട്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബ്രാസ് എന്ന് പ്രൊനൗൺസ് ചെയ്താൽ സിങ്കിന് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. പിച്ചള എന്നൊക്കെയാണ് അതിൻ്റെ മലയാള വാക്ക്, പറഞ്ഞു എന്നുള്ളൂ. ശ്രദ്ധിക്കുക, പാത്ര നിർമ്മാണങ്ങൾക്കും പ്രതിമ നിർമ്മാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നൊരു മുഖ്യ ഘടകമാണ് ഇത് ബ്രാസ്. ചില വാഹനങ്ങളിൽ പാർട്സുകൾ നിർമ്മിക്കാനൊക്കെ ബ്രാസ് ഉപയോഗിക്കാറുണ്ട്. അലോയികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. ഈ ടൈപ്പിലാണ് SSC എക്സാംസിന് അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ഓർ of oxidized mercury that occurs in granular crust or veins associated with volcanic activity and hot springs എന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സിംപിളി മെർക്കുറിയുടെ ഓർ ഏതാ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. 4 ഓപ്ഷൻസ് ഉണ്ട്. സിഡറൈറ്റ്, സിന്നബർ, കൊറാൻഡം ആൻഡ് കലാമിൻ. ഓക്കെ, സിഡറൈറ്റ്, സിന്നബർ, കൊറാൻഡം ആൻഡ് കലാമിൻ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സിഡറൈറ്റ് എന്ന് പറയുന്നത് അയണിൻ്റെ ഓറാണ്. ഓക്കെ, സിഡറൈറ്റ് എന്ന് പറയുന്നത് അയണിൻ്റെ ഓറാണ്. അയൺ കാർബണേറ്റ് ആണ് അതിൻ്റെ രാസസൂത്രം FeCO3. അയൺ കാർബണേറ്റ് ആണ് സിഡറൈറ്റ് എന്ന് പറയുന്നത്. സിന്നബർ അയണിൻ്റെ ഓറുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് സിഡറൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകളിലാണ് ആര് വരുന്നത്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ദെൻ ലിമോണൈറ്റ്, ദെൻ അയൺ പൈറേറ്റ്സ്. ഇതൊക്കെ അയണിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് അയൺ പൈറേറ്റ്സ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന വസ്തുവാണ് അയൺ പൈറേറ്റിസ് അല്ലെങ്കിൽ അയൺ പൈറേറ്റ്സ് എന്ന് പറയുന്നത്. Fe2O3 അതാണ് ഹെമറ്റൈറ്റ്. Fe3O4 ദറ്റ് ഈസ് മാഗ്നറ്റൈറ്റ്. സിഡറൈറ്റ് പറഞ്ഞ പോലെ FeCO3 അയൺ കാർബണേറ്റ് ആണ് സിഡറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും ലിമോണൈറ്റ് അതേപോലെ അയൺ പൈറേറ്റ്സ് ഒക്കെ ഇരുമ്പിൻ്റെ പ്രധാന അയിരുകളാണ്. ദെൻ സിന്നബർ എന്ന് പറയുന്നത് മെർക്കുറിയുടെ അയിരിൻ്റെ പേരാണ് സിന്നബർ, മാറിപ്പോകരുത്. സിന്നബർ എന്ന് പറയുന്നത് മെർക്കുറിയുടെ അയിരാണ്, മാറിപ്പോകരുത്. സിന്നബർ ദറ്റ് ഈസ് മെർക്കുറി സൾഫൈഡാണ് സിന്നബർ. HGS അതാണ്. HG എന്നുള്ളതാണ് മെർക്കുറിയുടെ രാസസൂത്രം, മീൻസ് അതിൻ്റെ ഒരു പ്രത്യയം എന്ന് പറയുന്നത്. സോ മെർക്കുറിയുടെ അയിരാണ് സിന്നബർ, രാസസൂത്രമാണ് HGS എന്ന് പറയുന്നത്. മെർക്കുറി സൾഫൈഡ് ആണ് സിന്നബർ എന്ന് പറയുന്നത്. അയൺ കാർബണേറ്റ് ആണ് സിഡറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൊറാൻഡം അലൂമിനിയത്തിൻ്റെ അയിരാണ്. കൊറാൻഡം അലൂമിനിയത്തിൻ്റെ അയിരാണ് Al2O3. അലൂമിനിയം ഓക്സൈഡാണ് കൊറാൻഡം എന്ന് പറയുന്നത്. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളിൽ വരുന്ന ആളുകളാണ് ബോക്സൈറ്റിൻ്റെ രാസസൂത്രമാണ് Al2O3. കൂടെ 2 ജലകണികകളുണ്ട്, 2H2O. അതേപോലെ ക്രയോലൈറ്റ്, ദെൻ കൊറാൻഡം, കയോലിനൈറ്റ്, ഫെൽസ്പാർ ഇതെല്ലാം അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളാണ്. ശ്രദ്ധിക്കുക. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കയോലിനൈറ്റ്, ഫെൽസ്പാർ, അതേപോലെ കൊറാൻഡം ഒക്കെ അലൂമിനിയത്തിൻ്റെ അയിരുകളാണ്. ഓക്കെ, കലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിരാണ്. സിങ്ക് കാർബണേറ്റ് ആണ്, ZnCO3. സിങ്ക് കാർബണേറ്റ് ആണ് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ മാത്രമല്ല സിങ്ക് ബ്ലെൻഡ് ദറ്റ് ഈസ്
ZnS സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ്. സിങ്ക് സൈറ്റ് ദാറ്റ് ഈസ് ZnO സിങ്ക് ഓക്സൈഡ് ആണ് സിങ്ക് സൈറ്റ്. അതേപോലെ കലാമിൻ ZnCO3 സിങ്ക് ബ്ലെൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഈസ് സ്പെലറൈറ്റ് എന്നറിയപ്പെടുന്നവനും സിങ്ക് ബ്ലെൻഡാണ്. ഓക്കെ, അപ്പോൾ സിങ്കിൻ്റെ അയിരിൽപ്പെട്ട ആളുകളാണ് കലാമിൻ, മുഖ്യ അയിരാണ് കലാമിൻ. അതേപോലെ സിങ്ക് ബ്ലെൻഡ്, സിങ്ക് സൈറ്റ്, സ്പെലറൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് സിങ്കുമായി കണക്ട് ചെയ്യുക. സിങ്ക് കാർബണേറ്റ് ആണ് ZnCO3 സിങ്ക് കാർബണേറ്റ് ആണ് കലാമിൻ. അതേപോലെ അലൂമിനിയം ഓക്സൈഡ് ആണ് കൊറാൻഡം. മെർക്കുറിക് സൾഫൈഡ് ആണെന്ത് സിന്നബർ എന്ന് പറയുന്നത്. ദെൻ അയൺ കാർബണേറ്റ് ആണെന്ത് സിഡറൈറ്റ്. ഓക്കെ, സിഡറൈറ്റ് ഇരുമ്പിൻ്റെ അയിരാണ്, സിന്നബർ മെർക്കുറിയുടെ അയിരാണ്, കൊറാൻഡം എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ അയിരാണ്, കലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിരാണ്. കൂടെ കണക്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയ ആളുകളുടെ രാസസൂത്രങ്ങൾ കൂടെ കണക്ട് ചെയ്ത് പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സൈറ്റ് രാസസൂത്രം കിട്ടണം, Al2O3 2H2O. അതേപോലെ കണക്ട് ചെയ്യേണ്ട ആളുകളാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എല്ലാം. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരിൽപ്പെട്ട ആളുകളാണ്. Fe2O3 ആണ് ഹെമറ്റൈറ്റ് എങ്കിൽ Fe3O4 ആണ് മാഗ്നറ്റൈറ്റ്. സിഡറൈറ്റ് എന്ന് പറയുന്നത് FeCO3 ദാറ്റ് ഈസ് അയൺ കാർബണേറ്റ് ആണ് ഇത് സിഡറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യപ്രകാരം മെർക്കുറിയുടെ അയിര ഏതാണെന്നാണ് ചോദിച്ചത്? കൊറാൻഡം, സിന്നബർ എന്നുള്ളതാണ്. കൊറാൻഡം വരുന്നത് അലൂമിനിയവും, കലാമിൻ വരുന്നത് സിങ്കും, സിഡറൈറ്റ് വരുന്നത് അയണിൻ്റെ കൂടെ അയിരാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ SSC അതേപോലെ റെയിൽവേ എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന കെമിസ്ട്രി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.